ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടയച്ചു? അകലാൻ അനുവദിച്ചു. ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടയച്ചു? അകലാൻ അനുവദിച്ചു. ഈ വരികൾ കേൾക്കുമ്പോൾ സത്യത്തിൽ മനസ്സിനുള്ളിലേക്ക് കടന്നു വരുന്നത് മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് പ്രണയിച്ചവരെ കുറിച്ചാണ്. പഴയകാല പ്രേമങ്ങൾക്കൊരു മധുരമുണ്ടായിരുന്നു, കുളിർമയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് പ്രേമ നൈരാശ്യമുള്ളവർ, ജീവിതകാലം മുഴുക്ക വിവാഹം കഴിക്കാണ്ട് ഇരിക്കുന്നവർ, ചിലരൊക്കെ സ്വയം ജീവനൊടുക്കുന്നവരുമുണ്ടായിരുന്നു. ആ പ്രേമത്തിൻ്റെ ആ തീവ്രത അതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രേമത്തെക്കുറിച്ച് പറയുമ്പോൾ ശരീരത്തോടുള്ള പ്രണയമാണ് അധികവും. ഇപ്പോഴുള്ള ജനറേഷൻ്റെ പ്രേമം അതാണ്, ആ പച്ച മാംസത്തിൻ്റെ മണമാണ്. അതുകൊണ്ടാണ് പ്രതികാരദാഹികളായി മാറുന്ന പലരും കാമുകിയെയും മറ്റും കൊലപ്പെടുത്തുന്നതും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ അവരെയൊക്കെ പ്രദർശിപ്പിക്കുന്നതുമൊക്കെ പ്രതികാരദാഹികളായി മാറുന്നത് ശരീരത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടു. 15 വയസ്സുള്ള മകൾ 17 വയസ്സുള്ള കാമുകനും ചേർന്ന് സ്വന്തം അമ്മയുടെ കഴുത്തറുത്ത് കൊന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. പേര് പ്രേമം. അതാണ് ഇപ്പോഴത്തെ പ്രേമത്തിൻ്റെ ട്രെൻഡ്, ശരീരത്തോടുള്ള പ്രേമം. ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിനു നീ എന്നെ വിട്ടയച്ചു? അകലാൻ അനുവദിച്ചു. ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നവർക്കൊരിക്കലും ഒരാളെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. പച്ചയായ യാഥാർത്ഥ്യമാണത്, അല്ലേ?